ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കേരള വ്ളോഗ്സ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ ബാങ്കോങ്ങിൽ ടെർമിനൽ 21 കേട്ടോ ഉള്ളത്. വിശന്ന് ഊപ്പാട് വന്നൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇന്നത്തെ ലഞ്ച് ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കുറച്ച് ബാങ്കോങ്ങിൽ വന്നിട്ട് ഒരു വെറൈറ്റി ട്രൈ ചെയ്യണമെന്നുള്ളൊരു ചിന്തയോട് കൂടിയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് ഞാനൊരു പുതിയൊരു ഐറ്റം ഇന്ന് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. എന്താണെന്നല്ലേ, ഷോപ്പിലെത്തി ഓരോരോ മെനുക്കൾ കണ്ടപ്പോൾ തന്നെ പാതി വിശപ്പ് മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ല. സാധനങ്ങളാണ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ള് നോക്കി മടുത്തല്ലാതെ ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്ക് മാത്രം ഓപ്ഷൻസും വെറൈറ്റി സാധനങ്ങളും. ഒരു വിധം ഞാൻ പിന്നെ ഈ ടെരിയാക്കി ചിക്കൻ അങ്ങ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഐറ്റം, ടെരിയാക്കി ചിക്കൻ. ചിക്കൻ നല്ല റോസ്റ്റ് ചെയ്ത് നല്ല സ്ലൈസ് ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് കുറച്ച് വെജിറ്റബിൾ സലാഡ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചട്നി പോലത്തെ എന്തോ ഒരു സാധനം, എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ നല്ല ഹോട്ട് സൂപ്പ്, പിന്നെ ഒരു ബൗളിൽ അത്യാവശ്യം കുറച്ച് റൈസ്. പിന്നെ ഇതറിയാലോ നമ്മുടെ മെയിൻ ഡിഷ്. ഞാൻ സത്യം പറഞ്ഞ ഈ സ്റ്റിക്ക് വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതെന്നല്ലാതെ ഇത് എങ്ങനെ പിടിക്കണമെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ മൊത്തത്തിലൊരു രസത്തിന് പിന്നെ കൈ വെച്ചില്ല, ഈ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന പോലെയൊക്കെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെയൊക്കെയാണ് ഏകദേശം പിടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സ്വല്പം ചോറൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാം കേട്ടോ. ഞാൻ ഈ സ്റ്റിക്ക് ഇട്ട് ഇങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടാണ് എടുത്ത് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലാതെ ഒന്നും പറ്റുന്നില്ല. അയ്യോ, സംഭവം നല്ല ഇഷ്ടം. നമുക്ക് അത്യാവശ്യം എല്ലാത്തിനും കുറച്ച് എന്താ പറയുക, ചിക്കൻ്റെ കുറച്ച് റൈസ്. നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുമല്ലോ, ഡയറ്റൊക്കെ ചെയ്യും കണക്കുള്ളൊരു ഫുഡ്, ഒരു കോമ്പിനേഷൻ, ഒരു വെൽ പാക്ക്ഡ് ഒരു സെറ്റ് കോംബോ കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ചിക്കൻ, കുറച്ച് റൈസ്, കുറച്ച് സലാഡ്, സൂപ്പ്, അങ്ങനെ മൊത്തത്തിൽ വെൽ പാക്ക്ഡ്. പിന്നെ ഈ സൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ഈ തായ്ലാൻഡിലെ ഒരു ഇലയുണ്ട്, അത് ഒരുവിധപ്പെട്ട മിക്ക ഡിഷിൽസിലും വരുന്നുണ്ട്. എനിക്കത് അത്ര ഇഷ്ടമല്ല. അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഒരു സൂപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഈ വെജിറ്റബിൾ സലാഡ്, എൻ്റെ പൊന്നെ എമ്മാതിരി സാധനം. എനിക്കതൊരു വെജ് ബർഗർ എന്തോ കഴിച്ചതുപോലെ തോന്നുന്നു. അമ്മാതിരി ടേസ്റ്റും മൊത്തത്തിൽ അവർ അതിനകത്തുള്ളൊരു വൈറ്റ് സോസേജും നമ്മുടെ കോണുണ്ടല്ലോ അതും എല്ലാം കൂടെ ചേർത്തപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ ആ വെജിറ്റബിൾ സലാഡും ഈ ചിക്കൻ മീറ്റും എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് ഒരൊറ്റ കുത്തിനാണ് എടുത്ത് കഴിക്കുന്നത്. പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ 2 സ്റ്റിക്കിൽ ഓരോരോ കുത്ത് വെച്ചിട്ടാണ് കഴിക്കുന്നത്. അല്ലാതെ കഴിക്കാൻ പറ്റണ്ടേ, നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറ്റത്തുള്ളൂ. സംഭവം വേറെ ലെവല്. നിങ്ങൾ എന്തായാലും വരുമ്പം ഇതുവരെ നമ്മളെ ഓരോ മാളിൽ കയറി കൂടുതലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കണം കേട്ടോ. മാളുകൾ ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങളുണ്ട്, വെർത്താണ്. പിന്നെ അവിടുത്തെ സ്ട്രീറ്റ് കടകളിലേക്ക് ചിലപ്പോൾ നമുക്ക് ഫുഡൊക്കെ കയറി കഴിച്ചാൽ ചിലതൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. ഈ മാളുകളിലൊക്കെ ആകുമ്പം ഒരു ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഏത് വേണമൊക്കെ കഴിക്കാം. എല്ലാം എന്തായാലും അതിനകത്ത് എനിക്ക് മോശമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഒരുവിധപ്പെട്ട എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെടും. പിന്നെ ഇവരുടെ ഐസ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐസിൻ്റെ ഇത്രയും ഭാഗം പോയിട്ട് കുറച്ച് ജ്യൂസും കൂടെ കിട്ടി. ബാക്കിയും കൂടെ കഴിച്ച് കഴിയിട്ട്